ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകിയുള്ള പ്രകടന പത്രികയായിരിക്കും പുറത്തിറക്കുക. രാഹുൽ ഗാന്ധിയും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടെ ആദ്യമായി വേദി പങ്കിടുന്ന റാലി നാളെയാണ്. മുസഫർപൂരിലും ദർഭംഗയിലും നടക്കുന്ന സംയുക്ത റാലികളെയാണ് തേജസ്വിയും രാഹുലും അഭിസംബോധന ചെയ്യുക. മഹാസഖ്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ RJD നേതാവ് തേജസ്വി യാദവും വേദി പങ്കിടും. നേരത്തെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് വിട്ടുനിൽക്കും. റാലിക്ക് മുന്നോടിയായി മഹാഗഡ്ബന്ധൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കും. NDAയുടെ കാട്ടുനീതി ആഹ്വാനത്തെ എതിർക്കുന്നതിനൊപ്പം സാമൂഹ്യനീതി അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എല്ലാ വീടുകളിലും ഒരു ജോലിയും ഉപജീവനമാർഗവും ഉൾപ്പെടെയുള്ള യാദവിന്റെ പ്രധാന വാഗ്ദാനങ്ങളും സൗജന്യ വൈദ്യുതി, സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ തുടങ്ങി കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ സംയോജിക്കും. സർക്കാർ ജോലികളും സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 30,000 രൂപ ശമ്പളവും നൽകാനുള്ള ഉറപ്പുകളും തേജസ്വിയുടെ പ്രകടന പത്രികയിലുണ്ടാവും. ബീഹാറിൽ രാഹുൽ ഗാന്ധി 2 റാലികളാണ് നടത്തുക. ഒന്ന് സക്രയിലും മറ്റൊന്ന് ദർഭംഗയിലും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും രാഹുൽ ഗാന്ധി ബീഹാറിലെത്തുന്നില്ല എന്ന BJPയുടെ ആരോപണങ്ങൾക്കിടെയാണ് പ്രചാരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള റാലിക്ക് തയ്യാറാകുന്നത്. ബീഹാറിൽ 243 സീറ്റിലേക്കും 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. നവംബർ 6-നും നവംബർ 11-നും. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. മഹാഗഡ്ബന്ധന്റെ സീറ്റ് വിഭജനത്തിൽ RJD 143 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് 61 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ CPI-ML, മുകേഷ് സഹാനിയുടെ VIP, മറ്റ് സഖ്യകക്ഷികൾ എന്നിവർ പങ്കിടുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.